നമ്മുടെയൊക്കെ വീടുകളിൽ പെൺമക്കളുണ്ട്, പെൺകുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും. അതുകൊണ്ട് തന്നെ ചില വാർത്തകളെക്കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളിൽ സങ്കടം തോന്നാം, ആശങ്കയുണ്ടാകാം. പെണ്ണായി പിറന്നല്ലോ എന്ന് പരിതപിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നേ ഈ നാട്ടിൽ. സംരക്ഷണം നൽകേണ്ട അച്ഛൻ വേട്ടക്കാരന്റെ രൂപത്തിലെത്തുമ്പോൾ അമ്മയുടെ ഒത്താശയോടെ രണ്ടാനച്ഛനും കാമുകനുമൊക്കെ കുട്ടികളെ ചൂഷണത്തിന് ഇരകളാക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ ചില വീടുകളിലുണ്ട്. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്ത കേസിൽ പുറത്തുവരുന്നത് കഴിഞ്ഞ 1 വർഷത്തോളമായി ആ കുരുന്ന് നേരിട്ട കണ്ണീർ കഥകളാണ്. പറക്കമുറ്റാത്ത പ്രായത്തിൽ ആരാണ് അവളുടെ ജീവിതം പിച്ച് ചീന്തിയത്? ഇതോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിന് പിന്നാലെ ആൺസുഹൃത്തിന്റെ ആത്മഹത്യയെക്കുറിച്ചും കേട്ടു. സന്ദേശ് എന്ന ചെറുപ്പക്കാരൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചത് എന്തിനായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബ ജീവിതത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ടല്ലേ? ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാലും അവിടെ സ്നേഹമുണ്ട്. എന്നാൽ ലിവിംഗ് ടുഗദർ റിലേഷനും അവിഹിത ബന്ധങ്ങളുമൊക്കെ അത്ര മനോഹരമാണോ? ഒരു താൽക്കാലിക സുഖമൊക്കെ കിട്ടുമെങ്കിലും അവിടെ വൈകാരിക താല്പര്യങ്ങൾക്ക് മാത്രമാണ് സ്ഥാനം. ആ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരും ഒപ്പമുണ്ടാകില്ല. അതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനും ആൺസുഹൃത്തിനും സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ചിന്നു എന്ന രേഷ്മ ജീവനൊടുക്കിയ വാർത്ത കേട്ടു. അതിനു പിന്നാലെ ആൺസുഹൃത്ത് സന്ദേശിനെയും ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന രേഷ്മയും കാമുകൻ സന്ദേശം ഒരുമിച്ചായിരുന്നു താമസം. യുവതി ജീവനൊടുക്കിയ കേസിൽ സന്ദേശിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാമുകിയുടെ മരണവും സമ്മർദ്ദങ്ങളുമാകാം ആത്മഹത്യ കാരണമെന്നാണ് നിഗമനം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ മരണം സംബന്ധിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെ ആൺസുഹൃത്ത് സന്ദേശിനെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ലു മന്നിപ്പാടിയിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. രേഷ്മയുടെ മരണത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ്. ഇതായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംശയിക്കുന്നു. ഫെബ്രുവരി 9 ഉച്ചയ്ക്കാണ് ആദൂർ ആലന്തടുക്ക സ്വദേശിനിയായ രേഷ്മയെ കൂടലു ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പു എന്തിനാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമല്ല. അന്വേഷണത്തിന്റെ ഭാഗമായി രേഷ്മയുടെ ആൺസുഹൃത്തായ സന്ദേശിനെ കാസർഗോഡ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട സന്ദേശിന് പങ്കില്ലെന്ന് കണ്ട രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞുവിടുകയായിരുന്നു. ഏതാനും മാസങ്ങളായി ഇരുവരും ഉളിയത്തടുക്കിയിലെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഇവർ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇയാളുടെ ഫോൺ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ചിന്നു പാപ്പുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സന്ദേശിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. നാരായണ നായിക്, സരോജ ദമ്പതികളുടെ മകനായ സന്ദേശ പെയിന്റിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. ഗൗതമിയാണ് ഏക സഹോദരി. ന്യൂസ് 18 കാസർഗോഡ്. എല്ലാ വീടുകളിലും പൊതുവെ പെൺമക്കളോട് കൂടുതൽ ഇഷ്ടം അച്ഛനായിരിക്കുമല്ലേ? അവർക്ക് തിരിച്ചും അച്ഛൻ്റെ കരുതലും സംരക്ഷണവും ഒക്കെ ആവശ്യമാണെങ്കിലും അമ്മയുടെ സാമീപ്യമാണ് ഒരു പെൺകുട്ടിക്ക് എപ്പോഴും വേണ്ടത്. അല്ലാത്ത വീടുകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കിയ കേസിൽ പല ദുരൂഹതകളുമുണ്ട്. കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അച്ഛന്റെ സംരക്ഷണയിലാണ് മകൾ വളർന്നു വന്നത്.
കൂട്ടമരണത്തിന് പിന്നാലെ ഉയരുന്ന പല സംശയങ്ങളുമുണ്ട്. അച്ഛൻ കഴിഞ്ഞ കുറേ നാളുകളായി എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാതിരുന്നത്? പുറമേ നിന്ന് ആരെങ്കിലും ഇവരുടെ വീട്ടിൽ പതിവായി വരാറുണ്ടായിരുന്നു? ഇതറിയാൻ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. സമീപത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി കുട്ടി പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്നിട്ടും ഈ വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഭർത്താവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും വീട്ടിൽ വന്നിരുന്നവരെക്കുറിച്ചും വിശദമായി ചോദിച്ചറിയും. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനത്തിനിരയായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പുറമേ നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ എന്നറിയാൻ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സമീപവാസികളുടെ മൊഴിയും ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. കഴിഞ്ഞ മാസം 16-നാണ് എളമക്കരയിലെ വീട്ടിൽ അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾക്ക് വിഷം കൊടുത്ത ശേഷം പിതാവ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. അമ്മയുടെ ഏക വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത്. ഭർത്താവ് നാളുകളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായും പിതാവിനായിരുന്നുവെന്നും കുട്ടിയെ ഡേ കെയറുകളിൽ വിട്ടിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതോടെ പല അച്ഛനമ്മമാർക്കും വലിയ ആശ്വാസമാണ്. ഇനി അവളെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടല്ലോ, കരുതലും സ്നേഹവും പകരുന്നൊരു വീടുണ്ടല്ലോ. എന്നാൽ മക്കളുടെ കല്യാണം കഴിഞ്ഞാലും ഉള്ളിൽ തീയുമായി ജീവിക്കുന്ന ചില മാതാപിതാക്കളെക്കുറിച്ച് കൂടി അറിയണം. മകളുടെ ദുരിത ജീവിതവും കണ്ണീരും കാണാൻ വിധിക്കപ്പെട്ടവർ. കോഴിക്കോട് കാരശ്ശേരിയിൽ ലഹരിക്കടിമയായ മരുമകൻ കാട്ടിക്കൂട്ടിയ ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുപ്പാടി സ്വദേശി റഷീദ് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണ്. ഇത് ചോദ്യം ചെയ്തതിന് ഭാര്യ മാതാവ് ജമീലയുടെ വീട് അയാൾ തീ വെച്ച് നശിപ്പിച്ചു. കേസിൽ പ്രതി റഷീദിനെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മകളെ ജമീലയുടെ മുന്നിൽ വെച്ച് മരുമകൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇതേ തുടർന്ന് മരുമകനായ റഷീദിനെ ജമീല ചോദ്യം ചെയ്യുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. പിന്നാലെ അക്രമത്തിൽ പരിക്കേറ്റ മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ മകളെയും കൂട്ടി ജമീല കാരശ്ശേരിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ വീടിന് ആരോ കല്ലെറിയുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ജമീലയും മകളും പുറത്തിറങ്ങി നോക്കുമ്പോൾ റഷീദ് ഓടിപ്പോകുന്നത് കണ്ടു. ഇവർ ബഹളം വെച്ചതോടെ അയൽവാസികളായ നാട്ടുകാർ എത്തിയാണ് തീയണച്ചത്. ഉടൻ തീയണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. സംഭവം നടക്കുമ്പോൾ ജമീലയും 2 മക്കളും പേരക്കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അഗ്നിബാധയിൽ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും, അടുക്കളയിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ, ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. ജമീലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതി റഷീദിനെ കുന്നമംഗലത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. റഷീദ് MDMA ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഇടയ്ക്കിടെ മകളെ ആക്രമിക്കാറുണ്ടെന്നും ഇയാൾ സംശയരോഗിയാണെന്നും ജമീല പറഞ്ഞു. MDMന്റെ അത് വലിക്കുന്ന ആളാണ്. അത് കിട്ടാതെ അതിൻ്റെതായിരിക്കും, അല്ലാതെ ഒരു കാരണമില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. നേരത്തെയും കച്ചറ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ വീട് കത്തിക്കല് ഇന്നലെയാണ് പോനിങ്ങനെ ചെയ്തത്. അത് ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയി വരുമ്പോൾ തന്നെ റോട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നത്. വീട് കത്തിക്കണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂലല്ലോ. വാതിൽ ചവിട്ടി പൊളിച്ചിക്കണം. ഗ്യാസും കുറ്റി ഓണാക്കാൻ വേണ്ടിയിട്ട് വാതിൽ പൊളിയാത്തതുകൊണ്ടാണ് ഓന് പുറത്ത് തീയിട്ടിട്ട് പിന്നെ ഓടുന്നത് ഞങ്ങൾ കണ്ട്. സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ കുന്നമംഗലത്ത് വെച്ചാണ് പ്രതിയായ റഷീദിനെ മുക്കം പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 മുക്കം. കേരളം ഇപ്പോൾ അക്രമികളുടെ നാടായി മാറുകയാണ്. ഇവിടെ നിയമം നടപ്പാക്കാൻ പോലീസിനെ പോലും അനുവദിക്കില്ല. ചെങ്കൊടിയുടെ തണലിൽ അഴിഞ്ഞാടുന്ന കുട്ടി സഖാക്കൾ കാക്കിക്കുമേൽ പോലും കയ്യോങ്ങുന്ന കാഴ്ച. തിരുവനന്തപുരത്ത് മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് സിവിൽ പോലീസ് ഓഫീസറെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തെ അതീവ ഗൗരവമായി കാണണം. മർദ്ദനമേറ്റ പോലീസുകാരൻ മിഥുൻ റോയ്ക്കും സുഹൃത്തിനുമെതിരെ കേസെടുത്ത നടപടി വിവാദമായതോടെ പോലീസ് സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നാലെ മിഥുനും സുഹൃത്തിനുമെതിരെ എടുത്ത കൗണ്ടർ കേസ് റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് വഞ്ചൂർ പോലീസ്. പോലീസുകാരനെ മർദ്ദിച്ച 6 അംഗ സംഘത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ 2 SFIക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയ്ക്ക് നേരെ 6 അംഗ സംഘത്തിന്റെ കയ്യേറ്റമുണ്ടായത്. പിന്തുടർന്നെത്തിയ സംഘം അസഭ്യം പറഞ്ഞ് മിഥുനെ മർദ്ദിക്കുകയായിരുന്നു. പിന്നാലെ മിഥുൻ നൽകിയ പരാതിയിൽ വഞ്ചൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അതിനിടെയാണ് മിഥുനും സുഹൃത്തിനുമെതിരെ മർദ്ദിച്ചവർ തന്നെ വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയത്. ഇടിവള കൊണ്ട് ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. പിന്നാലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മിഥുനെതിരെ വഞ്ചൂർ പോലീസ് കൗണ്ടർ കേസെടുത്തു. ഇതോടെയാണ് സംഭവം വിവാദമായത്. സേനയ്ക്കുള്ളിൽ അമർഷം പുകഞ്ഞതോടെ പോലീസ് അസോസിയേഷനും വിഷയത്തിൽ ഇടപെട്ടു. സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണിതെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ഉന്നത ഉദ്യോഗസ്ഥരോട് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ച സംഭവത്തിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറോട് 24 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ കമ്മീഷണർ K. കാർത്തിക് ആവശ്യപ്പെട്ടത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടികൾ ആരംഭിക്കും. പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ശംഖുമുഖത്ത് നടന്ന സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശിയിരുന്നു. അതിനിടെ മിഥുൻ SFI പ്രവർത്തകന്റെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നു. ഇതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം മാളിലുണ്ടായ സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ തലയ്ക്ക് വെളിവില്ലാത്ത ചില പിള്ളേരുണ്ട്. പൊതുസ്ഥലങ്ങളും റോഡുമൊക്കെ അവരുടെ കുടുംബ സ്വത്തെന്ന് കരുതി എന്ത് തോന്നിയാസവും കാട്ടും. കോഴിക്കോട് താമരശ്ശേരിയിൽ നടു റോഡിലിരുന്ന് പരസ്യമായി മദ്യപിച്ച 2 ചെറുപ്പക്കാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുപ്പിയും ടച്ചിങ്സും ഒക്കെയായി വന്നിരുന്നാണ് പൊതുവഴിയിൽ അവർ മദ്യപിച്ചത്. റോഡിൽ നിന്ന് മാറാനായി ഹോൺ മുഴക്കിയ ലോറി ഡ്രൈവറെ യുവാക്കൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് താമരശ്ശേരി കോരങ്ങാട് കോഴിക്കൽ റോഡിൽ അൽഫോൺസ സ്കൂളിന് സമീപം 2 യുവാക്കൾ റോഡിലിരുന്ന് മദ്യപാനം ആരംഭിച്ചത്. മദ്യക്കുപ്പിയും ഗ്ലാസും ടച്ചിങ്സുമായി എത്തിയ ഇരുവരും നട്ടുച്ചയ്ക്ക് റോഡിന് നടുവിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഒരു ലോറി ഇതുവഴി എത്തിയത്. യുവാക്കൾ റോഡിൽ നിന്ന് മാറാനായ ലോറി ഡ്രൈവർ ഹോൺ മുഴക്കിയെങ്കിലും ഇരുവരും മാറിയില്ല. പിന്നാലെയാണ് യുവാക്കൾ എഴുന്നേറ്റെത്തി ലോറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റോഡിൽ നിന്ന് മാറാനായി ഹോൺ മുഴക്കിയ ലോറി ഡ്രൈവറെ യുവാക്കൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. റോഡിലിരുന്ന് മദ്യപിച്ച താമരശ്ശേരി സ്വദേശി ഹഫീസ്, മുണ്ടപ്പുറം സ്വദേശി സാലു എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കവർച്ചാ സംഘങ്ങൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. അടച്ചിട്ട വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഇരുട്ടിന്റെ മറവിലാണ് കവർച്ച. കുമ്പള കളത്തൂരിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് 9 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും മോഷ്ടിച്ചു.
UK യൂസഫ് എന്ന വ്യവസായിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കുമ്പള കുളത്തൂരിൽ വൻ കവർച്ച. വ്യവസായിയുടെ വീട്ടിൽ നിന്ന് 9 പവനും 1 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു. ബംഗളൂരുവിൽ ബിസിനസ് നടത്തുന്ന കളത്തൂർ പഞ്ചിക്കല്ലിലെ UK യൂസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് 9 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും കവർച്ച ചെയ്തു. ശനിയാഴ്ച രാത്രി 7 മണിക്കും ഞായറാഴ്ച രാവിലെ 7 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്ന് സംശയിക്കുന്നു. വിവരമറിഞ്ഞ് കുമ്പള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. യൂസഫിന്റെ ഭാര്യ ഫാത്തിബയും 3 മക്കളുമാണ് വീട്ടിൽ താമസം. ശനിയാഴ്ച വൈകുന്നേരം ഫാത്തിബയും 2 മക്കളും ഭർത്തൃ സഹോദരന്റെ വീട്ടിൽ പോയതായിരുന്നു. മറ്റൊരു മകളായ ഷിഫ രാത്രി 7:30 മണിവരെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് വീട് പൂട്ടി അയൽപക്കത്തുള്ള മറ്റൊരു പിതൃ സഹോദരന്റെ വീട്ടിൽ പോയി. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ ഷിഫ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ അലമാരകളെല്ലാം കുത്തിത്തുറന്ന് തുണിത്തരങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കാണപ്പെട്ടു. വിവരമുടൻ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടിയത്തെയും സമീപ പ്രദേശങ്ങളിലെയും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർത്തിരുന്ന ഗുണ്ടയാണ് പൊട്ടാസ് നിഷാദ്. വധശ്രമം, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ നാട്ടിലെത്തിയാൽ എല്ലാവർക്കും ഉള്ളിൽ പേടിയാണ്. അയൽവാസികൾക്ക് നേരെ കൊലവിളിയും ഭീഷണിയുമായതോടെ പോലീസിൽ പരാതിയെത്തി. പിന്നാലെ നടപടിയും. 10ലധികം കേസുകളിൽ പ്രതിയായ നിഷാദിനെ കാപ്പ ചുമത്തി കൊട്ടിയം പോലീസ് ജയിലിലടച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾക്കെതിരായ അന്വേഷണവും നടപടിയും ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. കൊല്ലം കൊട്ടിയം തഴുത്തല സ്വദേശിയെ കാപ്പ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 10ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊട്ടിയം തഴുത്തല വിളയിൽ പുത്തൻ വീട്ടിൽ പൊട്ടാസ് എന്നറിയപ്പെടുന്ന നിഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ നിഷാദ് കാപ്പ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ SHO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. SHO പ്രദീപ്, SI സൗരവ്, CPOമാരായ അരുൺ, ശംഭു എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കൾക്ക് മയക്കുമരുന്നുകൾ എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഫൈസൽ നാസർ. ലഹരി സംഘങ്ങൾക്കിടയിൽ പടയപ്പ ഫൈസൽ, ഡോക്ടർ ഫൈസൽ എന്നീ അപരനാമങ്ങളിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. കൊച്ചിയിലെ ഒരു മെൻസ് ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് ഗുളികകളും MDMAയുമായി മട്ടാഞ്ചേരി സ്വദേശിയായ യുവാവിനെ എക്സൈസ് പൊക്കി. ഏറെ നാളുകളായി മയക്കുമരുന്ന് ഗുളികകൾ വിൽപ്പന നടത്തി വന്നിരുന്ന ഇയാൾ നിരവധി ലഹരി കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയാണ്. പടയപ്പ ഫൈസൽ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും മയക്കുമരുന്ന് ഗുളികകൾ വിൽപ്പന നടത്തിയിരുന്നയാളെ കുറിച്ചുള്ള രഹസ്യവിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു. തുടർന്ന് എറണാകുളം എക്സൈസ് സർക്കിൾ ഓഫീസ് ഇയാളെക്കുറിച്ചുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. എറണാകുളം പുല്ലേപ്പടി റോഡിലെ പാരഡൈസ് ഹോസ്റ്റലിൽ ഇയാൾ താമസിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷാഡോ സംഘം ഹോസ്റ്റൽ വളയുകയായിരുന്നു.
അമിത ഭയം, ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള മാനസിക വിഭ്രാന്തികൾ നേരിടുന്നവർക്ക് സമാശ്വാസത്തിനായി നൽകുന്ന അതിമാരകമായ നൈട്രോസെപ്പാം ഗുളികകളും MDMAയും ഇവിടെ നിന്നും കണ്ടെടുത്തു. എറണാകുളം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ്, ഇൻസ്പെക്ടർ സേതുലക്ഷ്മി എന്നിവരടങ്ങുന്ന ടീമാണ് പ്രതിയെ പിടികൂടിയത്. കൊച്ചി മട്ടാഞ്ചേരി ചുള്ളിക്കൽ ദേശത്ത് ജന്മപ്പറമ്പിൽ വീട്ടിൽ നാസർ മകൻ പടയപ്പ ഫൈസൽ എന്നറിയപ്പെടുന്ന ഫൈസൽ നാസറിനെയാണ് 159 നൈട്രോസെപ്പാം ടാബ്ലറ്റുകൾ കൈവശം വെച്ചതിന് എറണാകുളം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ സംഘം അറസ്റ്റ് ചെയ്യുന്നത് എറണാകുളം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് ഗുളികകളും മറ്റ് മയക്കുമരുന്നായ MDMA, കഞ്ചാവ് എന്നിവ വിതരണം ചെയ്യുന്നു എന്നതിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സർക്കിൾ ഓഫീസിന്റെ ഷാഡോ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു കുറച്ചു ദിവസങ്ങളിലായിട്ട് ഇയാൾ. ആയതിൻ പ്രകാരം ലിസി പുല്ലേപ്പടി ഭാഗത്ത് നിന്ന് ഇയാൾ രഹസ്യമായി താമസിക്കുന്ന പാരഡൈസ് ജെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഹോസ്റ്റലുകളിൽ തങ്ങുന്ന വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഫൈസലിന്റെ മുഖ്യ ഇരകൾ. ഇത് ഉപയോഗിക്കാത്തവർക്ക് ടെസ്റ്റോസ് എന്ന രീതിയിൽ മയക്കുമരുന്ന് ഗുളിക ആദ്യം സൗജന്യമായി നൽകും. ഈ ഗുളികകൾ കഴിച്ചാൽ വിവിധ വർണ്ണങ്ങളിൽ കാഴ്ചകൾ കാണാൻ കഴിയുമെന്നും കൂടുതൽ സമയം ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നത്. ഇതിന്റെ ചെറിയ തോതിലുള്ള ഉപയോഗം പോലും വളരെ പെട്ടെന്ന് ലഹരിക്ക് അടിമയാക്കുമെന്നതാണ് വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കൾ ഇതിലേക്ക് ആകൃഷ്ടരാകാൻ കാരണം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും അധികം നൈട്രോസെപ്പാം ഗുളികകൾ എക്സൈസ് പിടിച്ചെടുത്തത്. നേരത്തെ വ്യാജ കുറിപ്പടി ഉപയോഗിച്ച് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഹരി ഗുളികകൾ വാങ്ങുന്നത് വ്യാപകമായതോടെ എക്സൈസ് പരിശോധനകൾ ശക്തമാക്കിയതാണ്. ഈ ഗുളികകൾ സേലം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 6 രൂപ വിലയുള്ള ഒരു ഗുളിക 100 രൂപയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. ചില്ലറ വിൽപ്പനക്കാർ ഡിമാൻഡ് അനുസരിച്ച് ഇത് കൂടിയ വിലയ്ക്ക് ആവശ്യക്കാർക്ക് മറിച്ചു വിൽക്കുന്നതാണ് രീതി. ഫൈസലിന്റെ സംഘത്തിൽ ഉൾപ്പെട്ടവരെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിലും കർശനമായ പരിശോധനയുമായി മുന്നോട്ടു പോകുമെന്നും എക്സൈസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അതീവ ശ്രദ്ധ വേണം. അധ്യാപകരുടെ കണ്ണൊന്ന് തെറ്റിയാൽ വലിയ ചതിക്കുഴികളാണ് കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത്. സ്കൂളിന് പുറത്ത് ലഹരി മാഫിയ താവളമടിക്കുന്നുണ്ട്. മലപ്പുറം വേങ്ങരയിൽ സ്കൂളിന് സമീപത്ത് നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തെ ആശങ്കയോടെ കാണണം. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തിയ 13.5 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. വേങ്ങര സ്വദേശി മുഹമ്മദ് ഇല്യാസിനെ പോലീസും ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തിട്ടുണ്ട്. വേങ്ങര കാരാത്തോടിനടുത്ത് GMLP സ്കൂളിന് സമീപത്ത് നിന്നാണ് വൻ കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 13.5 കിലോ കഞ്ചാവ് പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി. വേങ്ങര ചേരൂർ മിനിക്കാപ്പിൽ സ്വദേശി തൊമ്മങ്ങാടൻ വീട്ടിൽ മുഹമ്മദ് ഇല്യാസ് എന്ന 29-കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. പ്രതിക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നയാളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. മലപ്പുറം ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർ AM യാസറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം, പെരിന്തൽമണ്ണ ഡാൻസാഫ് ടീമുകളും വേങ്ങര പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SP R വിശ്വനാഥിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മലപ്പുറം DYSP പ്രേമാനന്ദകൃഷ്ണൻ, നാർക്കോട്ടിക്സ് സെൽ DYSP CBNO, ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ടീം അംഗങ്ങളായ IK ദിനേശ, മുഹമ്മദ് സലീം, ജസീർ KK, രഞ്ജിത്ത് ആർ, പ്രശാന്ത, കൃഷ്ണകുമാർ, ദിനേശ് K, പ്രഗുൽ K എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
പാലക്കാട് കൊപ്പം തിരുവേഗപ്പുറയിൽ പൂരത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. ചെമ്പ്ര സ്വദേശി കൊടങ്ങാട്ടിൽ ബാലഗോപാലിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ ചെമ്പ്ര സ്വദേശി മനോജിനെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് പിതാവ് മഹേഷ്. ആരൊക്കെയോ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. മകൾക്ക് കൊറിയൻ സുഹൃത്തുണ്ടെന്ന കാര്യം വിശ്വസിക്കുന്നില്ല. കൊറിയൻ ഭാഷ പഠിക്കാൻ മകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാകണം മകൾ ആത്മഹത്യ ചെയ്തതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക്. ആദ്യ പരാതിയിൽ രാഹുലിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ എതിർത്താണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അപ്പീൽ ഹർജി നൽകാൻ യുവതി നിയമ നടപടി തുടങ്ങിയെന്നാണ് വിവരം. അഭിഭാഷകരുമായി ചർച്ചകൾക്ക് ശേഷം വൈകാതെ അപ്പീൽ ഹർജി നൽകിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ചോദ്യം ചെയ്യൽ തുടരും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ കവർ ബെല്ലാരിയിലെ ഗോവർദ്ധന നൽകിയതായി SIT കണ്ടെത്തിയ ഇടനിലക്കാരൻ കൽപേഷ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ എന്നിവരോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ ഇതുവരെ 3 പേരെ ED ചോദ്യം ചെയ്തു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമകളാണോ? എപ്പോഴും റീൽസും വീഡിയോകളും കാണുന്നവരാണോ? ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം പലരും തിരിച്ചറിയാറില്ല. പുതിയ തലമുറയെ ഓൺലൈൻ ഗെയിമുകളും റീൽസും ഒക്കെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഗാഡ്ജറ്റുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ഗാസിയാബാദിൽ കൊറിയൻ ഗെയിമുകൾ കാണരുതെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വിലക്കിയതിന് 3 പെൺകുട്ടികൾ ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ച് കേട്ട് ഞെട്ടിത്തരിച്ചവരാണ് നമ്മൾ. എന്നാൽ ഈ അപകടം നമ്മുടെ വീടുകളിലും പതിയിരിക്കുന്നുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിൽ 10 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വഴക്കു പറഞ്ഞതിനാണ്. കണ്ണമ്പുറ സ്വദേശി മനോജിന്റെ മകൻ രഘുറാമാണ് മരിച്ചത്. 5ാം ക്ലാസ് വിദ്യാർത്ഥി മൊബൈൽ ഫോണിന് അടിമയായിരുന്നു. അമിതമായ മൊബൈൽ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകിയിട്ട് കാര്യമൊന്നുമില്ല. അവരെ കേൾക്കാനും സ്നേഹിക്കാനും മാതാപിതാക്കളുണ്ടെങ്കിൽ കുട്ടികളുടെ ജീവിതം കൈവിട്ട് പോകില്ലെന്ന്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.